ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ഹൊറർ സ്ലാഷർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ക്ലൗഡ് ഇൻ എ കോൺഫീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. തന്റെ അമ്മയുടെ മരണത്തെ തുടർന്ന് ഒരു പട്ടണത്തിലേക്ക് താമസം മാറുന്ന അച്ഛനും മകളും ആ ഒരു പട്ടണത്തിലെത്തിയതിനു ശേഷം വിചിത്രമായ ഒരു കാര്യം ആ ഒരു പട്ടണത്തിൽ സംഭവിക്കുകയാണ്. അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് എന്താണ് എന്നെല്ലാം ക്ലൈമാക്സിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റും കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുന്നത് 1991 ഇപ്പൊ കാണിക്കുമ്പോൾ മിസോറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ കെറ്റിൽ സ്പ്രിംഗ് എന്നൊരു പട്ടണമുണ്ട്. അവിടുത്തെ ഒരു ചോളപ്പാടവും അതേപോലെ തന്നെ ഈ ഒരു കോൺ സിറപ്പ് ഉണ്ടല്ലോ അതുണ്ടാക്കുന്ന ഒരു ഫാക്ടറിയും കാണിക്കുന്നു. ഈ ഒരു സമയത്ത് രാത്രിയിൽ ആ ഒരു ഫാക്ടറിക്കകത്ത് എന്തോ ഒരു പാർട്ടി നടക്കാണ്. കുറെ ചെറുപ്പക്കാർ വെളിയിൽ നിന്ന് മദ്യപിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാർട്ടിക്കിടയിൽ ഒരു പെണ്ണ് തന്റെ കയ്യിൽ ഒരു മ്യൂസിക് ബോക്സ് ഉണ്ട്. അത് ഈ ഒരു ജോക്കറിന്റെ മ്യൂസിക് ബോക്സ് ആണ്. അതിങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും കുറെ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ജോക്കർ പുറത്തേക്ക് വരുന്നു. അപ്പൊ ആ ഒരു കാര്യം അടുത്തിരിക്കുന്ന തന്റെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവൾ ആ ഒരു ബോക്സ് അവിടെ വെച്ച് അത് കഴിഞ്ഞ അടുത്തുള്ള ആ ഒരു ചോളപ്പാടത്തിനുള്ളിലേക്ക് കയറി പോകുന്നു. അപ്പൊ ഈ ഒരു ബോയ് ഫ്രണ്ട് ആയാലും പുറകെ വന്നിട്ട് ജെസിക നീ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അവളുടെ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഊരി മാറ്റാണ്. ഇപ്പോൾ ജെസിക എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചോളപ്പാടത്ത് ചോളം എടുക്കാനല്ല ഇവർ രണ്ടുപേരും പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു പയ്യൻ ജെസിക അവിടെ നിൽക്കുമെന്നും പറഞ്ഞ് അകത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലാണ്. അപ്പോഴാണ് ആ ഒരു പെണ്ണിനെ അവിടെ കാണുന്നില്ല. ഹേയ് ജെസിക നീ എവിടെയാണെന്നും പറഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു ചെല്ലുമ്പോൾ താഴെ വലിയൊരു ഷൂവിന്റെ പാടാണ് കാണുന്നത്. അപ്പോൾ അവൻ ചോദിക്കും ജെസിക നിനക്ക് ഇത്രയും വലിയ ഷൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ പുറകിലൂടെ ആ ഒരു പെണ്ണ് വന്നിങ്ങനെ പിടിക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുന്നതും അവളുടെ വായിൽ നിന്ന് രക്തം താഴേക്ക് വീഴുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവള് താഴെ വീഴുന്നതും അവളുടെ തലയിൽ വിട്ടുകൊണ്ടിട്ടുണ്ട്. ഇത് കണ്ട അവൻ അവിടുന്ന് പേടിച്ച് മറ്റൊരിടത്തേക്ക് ഓടിയിട്ട് ഈ ഒരു സ്കെയർ ക്രൗ ഉണ്ടല്ലോ അതിലേക്ക് വന്നിടിച്ച് താഴേക്ക് വീണിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ മുന്നിലായിട്ട് ആ ഒരു വലിയ ജോക്കർ വന്നിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു കോരി വെച്ച് അവനെ കുത്തി അങ്ങനെ പൊക്കിയെടുക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ആ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം ഇപ്പൊ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ക്വീനും അവളുടെ അച്ഛൻ മെയ്ബ്രേക്കും ഇവര് രണ്ടുപേരും ഈ ഒരു ഗ്രാമത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ ഒരു ഡോക്ടറാണ്. ഈ ഒരു പഠനത്തിൽ പുതിയൊരു ഡോക്ടറായിട്ട് ചാർജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇവിടേക്ക് വരുന്നത്. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഹീറോയിന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് അവർ ആ ഒരു നാട്ടിൽ നിന്നും ഇവിടേക്ക് വരുന്നത്. അങ്ങനെ പുതിയ ഒരു ഗ്രാമത്തിലേക്ക് വന്ന് അവർക്ക് താമസിക്കാനുള്ള ആ ഒരു വീടിനകത്തേക്ക് കയറിയിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വീട് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടില്ല. അപ്പൊ തന്നെ ഹീറോയെ ചോദിക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ നോക്കിയിട്ട് തന്നെയാണ് അച്ഛൻ വാങ്ങിയത്. അപ്പൊ അവളുടെ അച്ഛൻ പറയും സോറി മോളെ അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആ ഒരു ചിമ്മിനിയുടെ ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ ഈച്ച പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുപോലെ നല്ല സ്മെല്ലും ഉണ്ട്. അപ്പൊ എന്തോ ഒന്ന് അതിനുള്ളിൽ ഇരിപ്പുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ ഹീറോയിൻ പതിയെ ഒരു കമ്പി എടുത്തിട്ട് അതിനടുത്തേക്ക് നടന്നു ചെന്ന് ഉള്ളിലേക്ക് ഒരു ഒറ്റ തട്ട് കിട്ടുന്നതും പെട്ടെന്ന് താഴേക്കൊന്ന് വീഴുന്നത് ഏതോ ഒരു ചത്ത കുറുക്കനോ പട്ടിയോ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ അതിനെ കൊണ്ടുവന്നിട്ട് വേസ്റ്റിലേക്ക് ഇട്ട് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ അവളുടെ മുറിയിലേക്ക് വന്നിട്ട് ആ ഒരു ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ വീടിന് അടുത്തായിട്ട് തന്നെ വലിയൊരു ചോളപ്പാടമുണ്ട്. ആ ഒരു ചോളപ്പാടത്തിന് നടുവിലായിട്ട് ഒരു പഴയ ഫാക്ടറി ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇവിടെയുള്ള ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ നേരെ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ വെറുത്ത് നിൽക്കുന്നു. അവന്റെ പേര് റെസ്റ്റൻ എന്നാണ്. അതുപോലെ ഇവരുടെ അയൽക്കാരനാണ്. ഇന്നലെ നിങ്ങൾ താമസിക്കായിട്ട് ഇവിടെ വന്നത് കണ്ടു. സ്കൂളിലേക്കല്ലേ ഞാനും ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഹീറോയിന്റെ അച്ഛനുണ്ടല്ലോ അയാൾ വന്നിട്ട് നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ അയൽക്കാരനാണ്, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും പറഞ്ഞു വിടുന്നു. അങ്ങനെ രണ്ടുപേരും അതിലെ നടന്ന് പോകുമ്പോൾ തന്നെ ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും നമ്മുടെ ഹീറോയിനെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. അതുമല്ല ഈ ഒരു ഗ്രാമമാണെങ്കിലോ ഒരുപാട് പഴക്കം ചെന്നതാണ്. വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു 90s കാലഘട്ടം ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ ഇവര് രണ്ടുപേരും സംസാരിച്ചും പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ഈ ഒരു സ്കൂളിലേക്ക് കാറിൽ ഒന്ന് രണ്ടുപേര് പോകുന്നുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ അറിയാം പ്രശ്നക്കാരാണെന്ന്. അങ്ങനെ അതെല്ലാം കണ്ട് രണ്ടുപേരും സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും രണ്ടുപേരും 2 ക്ലാസ്സിലാണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നീട് കാണാന്ന് പറഞ്ഞ് രണ്ടുപേരും പിരിയാണ്. അങ്ങനെ ഹീറോയിൻ നേരെ അവളുടെ ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് വൈകിപ്പോയി. അപ്പൊ ആ ഒരു സാറാണെങ്കിൽ ഓക്കെ കയറിക്കോന്നും പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു കാറിൽ വന്ന എല്ലാ പിള്ളേരും ഇതിനകത്തുണ്ട്. അങ്ങനെ ഹീറോയിൻ നേരെ അവളുടെ ആ ഒരു ചെയറിലേക്ക് പോയിരുന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങാണ്. അങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്താണ് ഇതിൽ ഒരു പെണ്ണ്, അവളുടെ പേര് ജാനറ്റ് എന്നാണ്. അവളിപ്പോൾ അവളുടെ ഫോൺ എടുത്ത് എന്തോ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ ഒരു സാറുണ്ടല്ലോ അയാൾ ആ ഒരു ബോർഡിൽ നിന്നും ഒരു ഷീറ്റ് താഴേക്ക് വലിച്ചിടുമ്പോഴത്തേക്കാണ് അയാളുടെ തല വേറെ ഏതോ ഒരു ശരീരത്തിൽ വെട്ടി കയറ്റി വെച്ചേക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ചിരിക്കുന്നതും ഇയാൾക്ക് ആകെ ദേഷ്യം വന്നിട്ട് ഹേയ് ആരാ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആരും മറുപടി ഒന്നും പറയുന്നില്ല. ഓക്കെ ശരി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പണി തരാന്നുള്ള രീതിയിൽ അയാൾ എന്താ ചെയ്യുന്ന വെച്ചാല് ടെസ്റ്റ് നടത്താൻ പോവാണ്. ഇതാണ് നിങ്ങളുടെ ചോദ്യ പേപ്പർ. എല്ലാവരും ഇത് എഴുതാനായിട്ട് പറഞ്ഞിട്ട് അതിങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അതുമല്ല ഹീറോയിൻ ആണെങ്കിൽ ഈ ഒരു സ്കൂളിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്.
അതുകൊണ്ട് ജാനറ്റ് പറയും, അല്ല ഇവൾ എങ്ങനെയാ എഴുതുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ അതിനെയും കളിയാക്കിയിട്ട് അവൾ എങ്ങനെയും എഴുതിക്കോളും, അതൊന്ന് നിങ്ങൾ തിരക്കണമെന്നെല്ലാം പറയുമ്പോൾ ജാനറ്റ് എന്ന് പറഞ്ഞ പെണ്ണ് പറയും, സോറി സാർ, ഞങ്ങൾക്ക് ഇത് എഴുതാൻ കഴിയില്ല. അപ്പൊ അയാൾ ചോദിക്കും, എന്തു പറ്റി? കാരണം ഇതിലേ ഞങ്ങൾ ഡേറ്റിംഗ് ചെയ്യാൻ വിളിക്കുന്ന പോലെ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇവരെ അയാളെ പറ്റിക്കാൻ വേണ്ടി അയാളുടെ ഫോട്ടോ എല്ലാം വെച്ച് എന്തൊക്കെയാ ചെയ്തിട്ടുണ്ട്. ഇതുകൂടി കണ്ട അയാൾക്ക് ദേഷ്യം വന്ന് ഇപ്പൊ പറയും, നിങ്ങൾ എല്ലാവരും ഇനി ഒരാഴ്ചത്തേക്ക് ക്ലാസ്സിൽ വരണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള ഒരു ശിക്ഷ കൊടുക്കുന്നു. അത് നമ്മുടെ ഹീറോയിൻ ഉൾപ്പെടെ. കാരണം ഇവർ ഹീറോയിന്റെ പേര് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ വിചാരിച്ചു ഹീറോയിനും ഇവരോടൊപ്പം ചേർന്നാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇതാരൊക്കെയാണ് ഓരോരുത്തരുടെ പേരും നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലാകാം. അങ്ങനെ ഇവർ ഹീറോയിനായിട്ട് പരിചയപ്പെടുമ്പോഴത്തേക്കും അവളുടെ അച്ഛൻ ആരാണ്, അവരെന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഹീറോയിൻ പറയുന്നു. അതൊരു തമാശ രൂപേണാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് ഹീറോയിനെ എന്തായാലും ഇഷ്ടപ്പെട്ടു. അതുമല്ല, ഇവരുടെ കൂട്ടത്തില് കോളെന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവനാണ് ഈ ഒരു കൂട്ടത്തിലെ പണക്കാരൻ. കാരണം അവന്റെ അച്ഛൻ ഈ ഒരു പട്ടണത്തിലെ ഒലിഗാർച്ചാണ്. അപ്പൊ ഈ ഒരു ഓർഗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം സ്വാധീനം, രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ഒരു അടുപ്പം, ഇങ്ങനെയുള്ള കുടുംബത്തിലുള്ള ഒരാളെ പാരമ്പര്യമായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഓർഗച്ച് എന്ന് പറഞ്ഞാല്. അപ്പൊ അതാണ് കോളിന്റെ അച്ഛൻ. അതുമല്ല, അവന്റെ ഫാമിലി ആണെങ്കിൽ ഈ ഒരു പട്ടണത്തിൽ വർഷാവർഷം ഒരാഘോഷം നടത്തുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഒരു ഫാക്ടറി ഉണ്ട്, ആ ഒരു കോൺ സിറപ്പ് ഫാക്ടറി ഉണ്ടല്ലോ. അപ്പോൾ ഹീറോയിൻ പറയും, അതെ ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും കണ്ടിരുന്നു ആ ഒരു ചോളപ്പാടത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വർഷാവർഷം ഒരു പരേഡ് പോലെ എന്റെ ഫാമിലി ഒരു കാര്യം നടത്തുന്നുണ്ട്. പിന്നെ എന്റെ മുത്തശ്ശനാണ് 100 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു കോൺ സിറപ്പ് തന്നെ കണ്ടുപിടിച്ചത് എന്നും പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു നോട്ടീസ് ഉണ്ടല്ലോ അതെടുത്ത് ഹീറോയിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതിലൊരു ജോക്കറിന്റെ ഫോട്ടോ. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതിനെ ഫ്രണ്ടോ എന്നാണ് വിളിക്കുന്നത്. അവനെയും ഇവർ ആരാധിക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ അതെന്താണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അത് പ്രാദേശികമായിട്ട് വന്ന ഒരു കഥാപാത്രമാണ്. എല്ലാവരും അതിനെ ഒരു സീരിയൽ കില്ലറായിട്ടാണ് വിളിക്കുന്നത്. അതുമല്ല, ആ ഒരു കഥാപാത്രത്തെ പറ്റി ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് വീഡിയോസും ഞങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നും ഇവർ നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ പറയും. എന്നിട്ട് അവരെടുത്ത ഒരു വീഡിയോ ഹീറോയിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ടക്കർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ ഏതോ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറി പോകുന്നത് പോലെയും അതേപോലെ തന്നെ അവനെ ആരോ ഫോളോ ചെയ്ത് കൊല്ലുന്നത് പോലെയല്ല വീഡിയോസാണ് അവർ എടുത്തിട്ടുള്ളത്. ഇതൊരു പ്രാങ്ക് പോലെയും അവരുടെ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരുപാട് നിർമ്മിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവളുടെ അച്ഛനോടൊപ്പം അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവളുടെ അച്ഛൻ പറയുന്നത്, നിന്നെ എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയല്ലോ, ഇനി ഒരാഴ്ച വീട്ടിലിരിക്കാം. അപ്പോൾ ഹീറോയിൻ പറയും, അതെന്റെ തെറ്റല്ലായിരുന്നു, ആ ഒരു ടീച്ചർ അങ്ങനെയുള്ള ടീച്ചറാണ്, അയാൾ കാരണമാണ് ഞാനും പുറത്തായത് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഓർഡർ എടുക്കാനായിട്ട് ഒരു ലേഡി വരുന്നു. എന്നിട്ട് ഹീറോയിന്റെ അച്ഛനോട് നല്ലതുപോലെ സംസാരിച്ച് ഹീറോയിനെ കാണുമ്പോൾ അവരെന്തോ മുഖം തിരിച്ചിട്ട് ഇഷ്ടപ്പെടാത്തതുപോലെ നടന്നങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിക്കുന്ന ആ ഒരു സമയത്ത് അതിനകത്തേക്ക് ഇവിടുത്തെ ആ ഒരു പോലീസുകാരൻ കയറി വരും. എന്നിട്ട് അയാൾക്കുള്ള ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് ഹീറോയിന്റെ അച്ഛനോട്, സാർ നിങ്ങളാണ് ഇവിടുത്തെ പുതിയ ഡോക്ടർ എന്നും പറഞ്ഞ് അയാളോട് പരിചയപ്പെട്ട് ഇവർ രണ്ടുപേരെയും സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് ഹീറോയിനെ പരിചയപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അവളുടെ ആ ഒരു സുഹൃത്തുക്കളുണ്ടല്ലോ കോളും ബാക്കിയുള്ളവരും ഇവരെല്ലാവരും വെളിയിൽ വന്ന് അതിനകത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു ഷോപ്പിലെ ലേഡി, സാർ ദേഹം ആ പിള്ളേർ വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും വളരെ പുച്ഛത്തോടെയാണ് അവരെ നോക്കുന്നത്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഹീറോയിന്റെ സുഹൃത്തുക്കൾ കാണിക്കുന്ന വേല അതുപോലെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവർക്ക് ആർക്കും ആ ഒരു കുട്ടികളെന്ന് ഇഷ്ടമല്ല. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ കാണുമ്പോൾ എന്തായാലും അവർ ഹീറോയിനെ അന്വേഷിച്ചാണ് വന്നിട്ടുള്ളതെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവളുടെ അച്ഛനോട് പറയും, അച്ഛൻ ഞാൻ കുറച്ചു നേരം ഒന്ന് വെളിയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു പോലീസുകാരൻ അവളുടെ അച്ഛനുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ നേരെ വെളിയിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും അവളോട് ഫേക്ക് ആയിട്ടുള്ള ID കാർഡെല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയും, അതെ ഉണ്ട്, പക്ഷെ വീട്ടിലിരിക്കുകയാണെന്ന് പറയുന്നത്. ഓക്കെ, നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവരിപ്പോൾ എല്ലാവരും കൂടി ചേർന്നൊരു ഷോപ്പിനകത്തേക്ക് കയറി ചെന്നിട്ട് ആ ഒരു ഷോപ്പ് ഉടമയാണെങ്കിൽ വീഡിയോ കണ്ടിട്ടിരിക്കുമായിരുന്നു. ഇവർ വരുന്നത് കാണുമ്പോൾ തന്നെ അയാൾക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പൊ ഇതിൽ മാറ്റ്, ടക്കർ ഇവർ രണ്ടുപേരും കുറച്ച് മുന്നിലേക്ക് വന്നിട്ട് ബാക്കി എല്ലാവരും അപ്പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും ഇവന്മാര് രണ്ടുപേരും വെറുതെ അടിയുണ്ടാക്കും, ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കാണ്. അപ്പൊ അയാളുടെ ശ്രദ്ധ ആ ഒരു വശത്തേക്ക് തിരിയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ കാണാതെ അതിനകത്ത് നിന്ന് ഈ ഒരു മദ്യം അതേപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളെല്ലാം മോഷ്ടിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അയാൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ ഇവർ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പണം മാത്രം അവിടെ വെച്ച് ഇവർ അയാൾ അറിയാതെ ആ ഒരു മദ്യം എല്ലാം എടുത്ത് വെളിയിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഒരു മദ്യം കൊണ്ട് ഇവരൊരു ഫാക്ടറിക്കകത്തേക്ക് കയറി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കുടിക്കാണ്. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു ഫാക്ടറി കത്തി നശിച്ചിട്ട് കുറച്ചു കാലം ആയെന്നാണല്ലോ ആ ഒരു പോലീസുകാരൻ പറഞ്ഞത്, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ കോള് പറയും, കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ, അത് ആരാണെന്ന് അറിയത്തില്ല, ഒരുപക്ഷെ വയറിങ്ങിന്റെ എന്തെങ്കിലും ഫാൾട്ട് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം വേറെ ആരെങ്കിലും ചെയ്തായിരിക്കാം എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ മൂത്രം ഒഴിക്കാനായിട്ട് കുറച്ച് മാറിയിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവന്റെ അടുത്തേക്ക് ആരോ ഒരാൾ നടന്നു വരുന്നത് പോലെ, എന്നിട്ട് പെട്ടെന്ന് ഒന്ന് അവൻ അറ്റാക്ക് ചെയ്യുന്നതും അവൻ അലറിങ്ങനെ വിളിക്കുന്നുണ്ട്. അതൊരുപക്ഷെ ആ ഒരു സൈക്കോ ജോക്കർ ആയിരിക്കാം. അങ്ങനെ ഈ ഒരു ശബ്ദം എന്താണെന്ന് എല്ലാവരും തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവൻ ഇപ്പൊ ഇവരുടെ അടുത്തേക്ക് നടന്നു വരുന്നു. അവന്റെ വയറെല്ലാം കിരീട്ട് ആ ഒരു കുഴൽമാലയുണ്ടല്ലോ അതെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ നടന്ന് അവൻ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് താഴേക്കൊന്ന് വീഴുന്നതും അവന്റെ പിറകെ ആ ഒരു സൈക്കോ കോമാളി ഉണ്ടല്ലോ
അയാൾ ഓടി വരുന്നത് ഹീറോയിൻ ചാടി എഴുന്നിട്ട് ഓടാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഇവർ പറയുന്നത്, ഹേ നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കണ്ട, ഇത് വെറുതെ ഞങ്ങൾ പറ്റിക്കാൻ വേണ്ടി നിന്നെ ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ അവളെ പറ്റിക്കാൻ വേണ്ടി ചെയ്താണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ കോളും ഇവർ രണ്ടുപേരും അവിടെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സംസാരിക്കാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന്റെ അമ്മ മരിച്ച കാര്യം അവനോട് ഇങ്ങനെ പറയുന്നത്. ആ ഒരു സമയത്താണ് അവനും മറ്റൊരു കാര്യം പറയുന്നത്. അവന്റെ സഹോദരി കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടതെന്ന്. കാരണം അവൾ എന്തോ പുഴയിൽ ചാടാനായിട്ട് കുറച്ച് ഉയരമുള്ള ഭാഗത്ത് നിന്നും താഴേക്ക് ചാടിയപ്പോൾ കറക്റ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് വീണില്ല. അങ്ങനെയാണ് അവന്റെ സഹോദരി മരിച്ചത് എന്നുള്ള കാര്യം അവനും പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും കോളാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നത്. അങ്ങനെ തന്റെ കാറിലിരുന്ന് യാത്ര പറയുന്നതിന് മുന്നേ പെട്ടെന്ന് ഹീറോയിൻ അവനെ പിടിച്ച് കിസ് ചെയ്യും. അപ്പോഴേയാണ് ഹീറോയിന്റെ അച്ഛൻ അവിടേക്ക് വന്നിട്ട് ഹേ എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവളുടെ അച്ഛൻ വന്ന് കോളിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ആരാന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഞാൻ കോളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സോറി സാർ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നെല്ലാം പറയുമ്പോൾ അവളുടെ അച്ഛൻ പറയും, അതെ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കരുതെന്നും പറഞ്ഞ് അവനെ അവിടുന്ന് അങ്ങ് പറഞ്ഞു വിടാണ്. എന്നിട്ട് അവളോടും പറയുന്നുണ്ട്, നീ ഇത്ര ലേറ്റായി എന്താ, വിളിച്ചു പറയാത്ത എന്താ, അതുമല്ല ഇനി ഒരിക്കലും ആ ഒരു പയ്യനോടൊപ്പം കറങ്ങി നടക്കരുത് എന്നെല്ലാം പറഞ്ഞ് അവള് നേരെ റൂമിലേക്ക് പോയി കിടക്കാണ്. അങ്ങനെ റൂമിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ അന്ന് എടുത്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് അവർ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അപ്പം തന്നെ ഇരുന്ന് കാണുകയാണ്. ദേനം നമ്മുടെ ഹീറോയിൻ അപ്പം തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനലിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്തു വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സമയത്ത് ഇതുപോലെ നോട്ടിഫിക്കേഷൻ കിട്ടും, അപ്പം തന്നെ കാണാൻ കഴിയും വീഡിയോ. പക്ഷെ അവിടെയാണ് നമ്മുടെ ഹീറോയിൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇതിൽ ആ ഒരു കോമഡിയായിട്ട് ടക്കർ എന്ന് പറഞ്ഞ അവനാണ് വേഷം കെട്ടി വന്നത്. പക്ഷെ അവന്റെ പുറകിലായിട്ട് കുറച്ച് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ മറ്റൊരു കോമാളി ഇങ്ങനെ നിൽക്കുന്നു. അതെന്തായാലും ഇവർക്ക് ആർക്കും അറിയത്തില്ല. അങ്ങനെ ടക്കറിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഈ ഒരു മ്യൂസിക് എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അപ്പൊ അവൻ ആ ഒരു മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ അതെടുത്ത് ഇങ്ങനെ അയച്ചേക്കാണ് ഇതാരാണെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവ എടുത്ത് നോക്കുമ്പോൾ അവന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് മറ്റൊരു വീഡിയോ അവന് മെസ്സേജ് ആയിട്ട് വരുന്നത്. അതെടുത്ത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ പുറകിലുണ്ടായിരുന്ന ആ ഒരു ജോക്കർ ഉണ്ടല്ലോ. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും അവൻ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയോ, അവനെ ആരെങ്കിലും പറ്റിക്കാനായിട്ട് ശ്രമിക്കുമായിരിക്കും എന്നും പറഞ്ഞിട്ട് അവനിപ്പോ പറയുന്നത്, ഓ അപ്പോൾ ഒരു പ്രാങ്കറിനെ തന്നെ നിങ്ങൾ പ്രാങ്ക് ചെയ്യാൻ പോവാണ്, ശരി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവനും ചെറിയൊരു തോക്കുണ്ട്, കളിത്തോക്കാണ്, അതും എടുത്ത് അവന്റെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ റൂമിൽ ആരെങ്കിലും ഒളിച്ച് നിൽപ്പോട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് റൂം മുഴുവനായിട്ട് നല്ലതുപോലെ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വശവും നല്ലതുപോലെ നടന്നു നോക്കിയിട്ടും ആരെയും കാണുന്നില്ല. അങ്ങനെ അവൻ ഓരോ വശത്തും കറങ്ങി നോക്കി അവസാനം അവന്റെ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട്, ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒളിച്ച് കളിക്കുന്നത് എന്നും പറഞ്ഞ് അടുത്തുള്ള ആ ഒരു കബോർഡിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നതും അവൻ പതിയെ ചെന്ന് ആ ഒരു കബോർഡ് വലിച്ചിങ്ങനെ തുറക്കും. നോക്കുമ്പോൾ ഉള്ളിൽ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് ആ ഒരു കബോർഡ് ഇങ്ങനെ അടയ്ക്കുമ്പോഴത്തേക്കാണ് അതിന്റെ ആ ഒരു മിറർ ഉണ്ടല്ലോ അതിൽ പുറകിലൊരു സൈക്കോ കോമാളി നിൽക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് വന്ന് അവന്റെ കഴുത്തിലേക്ക് കത്തിയോണ്ട് ഒരു ഒറ്റ വെട്ട്. അതുപോലെ അവൻ താഴെ വീഴുമ്പോൾ തറയിൽ മുഴുവനായിട്ടും ഈ ഒരു കവർ വിരിച്ചിട്ടുണ്ട് രക്തം പോവാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അതിൽ മൂടി അവനെ കൊന്നിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കോളിന്റെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് അവന്റെ അച്ഛൻ ഇപ്പോൾ ഏതൊരു പരേഡിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കോൾ അവിടേക്ക് വരുന്നത്. അവന്റെ അച്ഛനായാലും കോളിന് നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവൻ കാരണം ആ ഒരു സ്കൂളിലെ ടീച്ചർ ഉണ്ടല്ലോ അയാൾക്ക് എന്തോ വിഷമമായിട്ട് ആ ഒരു പരാതി അവന്റെ അച്ഛനോട് പറഞ്ഞു. അതെല്ലാം ചോദിച്ചിട്ട് അവനെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ അവൻ പറയാം അത് എന്റെ തെറ്റല്ല എന്നെല്ലാം പറയുമ്പോൾ കോളിന്റെ അച്ഛന് അവൻ അത്ര ഇഷ്ടമല്ല. കാരണം അവന്റെ ആ ഒരു സഹോദരി മരിച്ചതിന് ശേഷം കോളിനോട് അവന്റെ അച്ഛന് വലിയ താല്പര്യമില്ല. അപ്പൊ അവന്റെ അമ്മ മാത്രമാണ് അവനോട് തിരികെ സ്നേഹത്തോടെ പെരുമാറുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും കോളിന്റെ അച്ഛനും കുടുംബവും അവരുടെ ആ ഒരു പാരമ്പര്യത്തിന്റെ 100ാമത്തെ വാർഷികം ഇപ്പൊ ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് ആ ഒരു പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആ ഒരു സ്ഥലത്തിന് നമ്മുടെ ഹീറോയിൻ അവളുടെ സുഹൃത്തുക്കള് റോണി ജാനറ്റ് എന്ന് പറഞ്ഞ ആ 2 പെണ്ണുങ്ങളുണ്ടല്ലോ അവര് രണ്ടുപേരും ഉണ്ട്. അപ്പോഴാണ് കോൾ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും കോളിനോട് അല്ല ടക്കറിനെ നീ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവന് മെസ്സേജ് അയച്ചു പക്ഷേ റിപ്ലൈ ഒന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് ഇവരത് വലിയ കാര്യമാക്കുന്നില്ല. അപ്പോൾ റോണിയും ജാനറ്റും പറയും ഓക്കെ ശരി ഞങ്ങൾ പോയിട്ട് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നത് കോള് നേരെ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എന്റെ തോളിലിരുന്നോ എന്ന് പറഞ്ഞ് അവളെ എടുത്ത് തോളിലിരുത്തി അവൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാണ്. അപ്പോഴേക്കാണ് ആ ഒരു കോമാളിയുടെ രൂപം ഉണ്ടല്ലോ പാവ അതിനെ ഒരു വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരാള് ഒരു സൈക്കിൾ പോലെയുള്ള ഒരു കാര്യത്തിന്റെ മുകളിൽ കയറിയിരുന്ന് എന്തോ ബോംബ് പോലെ എന്തോ ഒരു കയ്യിലിട്ട് ഇങ്ങനെ കറക്കി ആ റോഡിലൂടെ ഓടിച്ചിട്ട് പോകുന്നതും ഇത് കണ്ട നാട്ടുകാരെല്ലാം നല്ല ചിരിയാണ്. ഹീറോയിനും ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇയാളാണെങ്കിലോ അങ്ങനെ പോയി അവസാനം ഈ ഒരു പോലീസുകാർ വന്ന് അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു ബോംബ് നേരെ ആ ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്ന ആ ഒരു ചോളപ്പാടുണ്ട് അതിന് മുകളിലേക്ക് ഒന്ന് വീഴും. എന്നിട്ട് അവിടെ പെട്ടെന്ന് തീ പിടിക്കുന്നതും ഇപ്പൊ ആ ഒരു വലിയ പാവ അവിടെ കെട്ടിവെച്ചേക്കല്ലേ തീയാണെങ്കിൽ നേരെ ആ ഒരു കയറിലേക്ക് വന്ന് പിടിച്ച് ഇത് നേരെ മറിഞ്ഞ് താഴേക്ക് വന്ന് വീഴുന്നു. അപ്പൊ പെട്ടെന്ന് അവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവുന്നുണ്ട്. ആളുകളെല്ലാം പേടിച്ച് പല വഴിക്ക് ഓടാൻ തുടങ്ങും. അപ്പൊ കോളിന്റെ അച്ഛനാണെങ്കിലും ആ ഒരു സ്റ്റേജിൽ നിന്ന് പറയുന്നത് ആരാ ഇത് ചെയ്തത്, ആരാണെങ്കിലും അവരെ പിടിക്കണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ബാക്കി എല്ലാവരും വന്നിട്ട് ഹേയ് ഇവിടെ എന്താ സംഭവിച്ചതെന്നും പറഞ്ഞ് അവർ സംസാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അവിടുത്തെ ആ ഒരു പോലീസുകാരൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞ് ഇവരെ 4 പേരെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടുകയാണ്.
അപ്പൊ ഇവർ പറയുന്നുണ്ട് ഞങ്ങളല്ല ചെയ്തതെന്ന് പറയുമ്പോൾ ഇവർ ആൾറെഡി ഈ ഒരു കോമാളിയെ വെച്ചിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ. അത് കാരണം അതുപോലെ എന്തെങ്കിലും വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവർ ചെയ്താണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരെയും ജയിലിൽ കൊണ്ട് അടച്ചിട്ടേക്കുന്നത്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവരെല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ അച്ഛനും വന്ന് നിൽപ്പുണ്ട്. ഈ ഒരു കാര്യം കൂടി കാണുന്നത് ഹീറോയിന്റെ അച്ഛന് നല്ല ദേഷ്യമുണ്ട്. എന്നിട്ട് അവളെയും വിളിച്ച് നേരെ കാറിലേക്ക് വന്നിരുന്നു. ഓക്കെ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് അങ്ങനെ പോകുന്നതും ഇപ്പൊ ഇവരുടെ കൂടെയുള്ള മാറ്റ് എന്ന് പറഞ്ഞൊരു പയ്യൻ കൂടി ഉണ്ടല്ലോ, അവനെ കാണിക്കുമ്പോൾ അവൻ അവന്റെ വീട്ടിലിരുന്നിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാട്ടെല്ലാം കേട്ട് ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു ചെറിയ മ്യൂസിക് ബോക്സ് ഉണ്ടല്ലോ ഈ ഒരു കോമാളിയുടെ അതിരിപ്പുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് ഇവൻ അതെടുത്ത് ഇങ്ങനെ കറക്കി അങ്ങനെ മാറ്റി വെച്ചിട്ട് ഇവൻ വീണ്ടും വർക്കൗട്ട് ചെയ്യുന്നതും ആ ഒരു സമയം കൊണ്ട് ഈ ഒരു മ്യൂസിക് ബോക്സ് അങ്ങനെ പ്രവർത്തിച്ച് അവസാനം അതിൽ നിന്നും ആ ഒരു ജോക്കർ വെളിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ ജോക്കർ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാല് യഥാർത്ഥ ആ ഒരു സൈക്കോ കോമാളി അവൻ ഇവിടെ ഉണ്ടാവും നമുക്കറിയാം. അങ്ങനെ ഇവനായാലും ആ ഒരു ചെസ്റ്റ് വർക്കൗട്ട് വെയിറ്റ് എടുത്ത് മുകളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വീണ്ടും താഴേക്ക് ഇറക്കി അത് കഴിഞ്ഞ് പ്രസ് ചെയ്തിട്ട് ക്ഷീണിച്ചു കഴിയാറായി. അപ്പോൾ വെയിറ്റ് വെക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അതിലേക്ക് ഒരു കൈ വന്ന് പിടിക്കുന്നു. വേറെ ആരുമല്ല, ആ ഒരു സൈക്കോ കോമാളിയാണ്. അപ്പൊ അവൻ പറയുന്നത് ഏയ് തമാശ കാണിക്കരുത്, ഞാനിപ്പോ കഴിഞ്ഞു ക്ഷീണിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും കേൾക്കുന്നില്ല. പകരം ഒരു വലിയ ബ്ലേഡ് എടുത്ത് ആ ഒരു ബാറിലേക്ക് വെച്ചിട്ട് പിടിച്ച് താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നതും അവന്റെ ശരീരം മുറിഞ്ഞ് അവനോട് വെച്ച് മരിച്ചു. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ആരാണെന്നാണ് കാണുന്നത് നമുക്കും ഡൗട്ട് വരുന്നത്. ഇനി റെസ്റ്റൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ് അവനെ, പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല. ഓക്കെ നമുക്ക് നോക്കാം അവനാണോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹീറോയിന്റെ അടുത്ത് കാണിക്കുമ്പോൾ ഹീറോയിൻ അവളുടെ വീട്ടിലേക്ക് കിടക്കുന്ന സമയത്താണ് അവൾക്കൊരു മെസ്സേജ് വരുന്നു. കോളാണ് മെസ്സേജ് അയക്കുന്നത്. എന്ത് മെസ്സേജ് ആണെന്ന് വെച്ചാൽ ആരും അറിയാതെ വീട്ടിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് തരാം എന്നും പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് കാണുന്നത് നമ്മുടെ ഹീറോയിൻ അത് ചെയ്യുന്നത് വെച്ചാൽ പാതിയെ ആ ഒരു റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവളുടെ അച്ഛൻ ഡോറിനടുത്തിരുന്ന് നല്ല ഉറക്കം. അടുത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ അയാൾ എന്തായാലും എഴുന്നേൽക്കുന്നില്ല. അതുകൊണ്ട് അവൾ പാതിയെ ഡോറും തുറന്ന് എന്നിട്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കോൾ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ അവൻ കൊണ്ടുവന്ന ആ ഒരു വണ്ടിയിൽ കയറി ഇവർ രണ്ടുപേരും അവിടെ നിന്നിങ്ങനെ പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വണ്ടിക്കകത്ത് ആ ഒരു കോമാളിയുടെ മ്യൂസിക് ബോക്സ് ഉണ്ടല്ലോ അതിരിക്കുന്നു. ഇതെടുത്ത് ഹീറോയിൻ കണ്ടിട്ടാണ് ചോദിക്കുന്നത്, അല്ല ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടിയെന്നും പറഞ്ഞിട്ട് അതെടുത്ത് പ്ലേ ചെയ്ത അവസാനം ആ ഒരു ജോക്കർ വെളിയിലേക്ക് വരുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്ക് റോഡിൽ ആരോ ഒരാൾ നിൽക്കുന്നു. ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ വണ്ടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് വേറെ ആരുമല്ല റെസ്റ്റനാണ്. അപ്പൊ ഇവർ ചോദിക്കും ഏയ് നീ എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്കാണ് റെസ്റ്റൻ പറയുന്നത് ഞാൻ ഇതുപോലെ വേട്ടയിടാൻ പോയി, കാരണം അവന്റെ കയ്യിലാണെങ്കിൽ ഒരു മാൻ ഇരിപ്പുണ്ട്. അങ്ങനെ അവനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഇവർ രണ്ടുപേരും വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നതും അപ്പൊ ഇവർ എവിടേക്കാണ് വരുന്നതെന്ന് വെച്ചാല് അവിടെയുള്ള ഒരു ചോളപ്പാടത്തിന് നടുവിലായിട്ട് ഒരു ചെറിയ ഫാം ഉണ്ട്, അതിനകത്തേക്കാണ്. അങ്ങനെ അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് പേരുണ്ട് ഈ ഒരു പാർട്ടി നടത്താൻ വേണ്ടി. ഹീറോയിന്റെ സുഹൃത്തുക്കളുണ്ടല്ലോ ആ രണ്ട് പെണ്ണുങ്ങൾ അവരും ഉണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് അവിടെ വന്ന് നല്ലതുപോലെ ആ ഒരു പാർട്ടിയെല്ലാം ആഘോഷിച്ച് അതിനിടയിൽ നമ്മുടെ ഹീറോയിനും കോളും നല്ലതുപോലെ ഡാൻസ് എല്ലാം ചെയ്യുന്നു. ഈ ഡാൻസ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹീറോയിൻ എന്തോ അവനോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ആ ഒരു ഫീല് വന്ന് അവനെ പിടിച്ച് അടുത്ത് വേറൊരു ഷെഡ് ഉണ്ട് അതിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ടാണെങ്കിലോ ഹീറോയിൻ അങ്ങനെ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് കിസ് ചെയ്ത് ഇവർ രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ എന്തോ ഹീറോയിന് തോന്നിയിട്ട് ഇല്ലല്ലോ വേണ്ടാന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ വെളിയിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് റോണിയും ജാനറ്റും അവിടേക്ക് വന്നിട്ട് ഏയ് പുതിയ പെൺകുട്ടിയാണല്ലേ, അവൻ ഇതുപോലെ തന്നെയാണ് എല്ലാ പെൺകുട്ടികളെ അടുപ്പിക്കത്തില്ല, അതുപോലെ തന്നെയാണ് നിന്റെ അവസ്ഥയെന്നും പറഞ്ഞിട്ട് ഹീറോയിനെ കളിയാക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് ദേഷ്യം വന്ന് ജാനറ്റിനെ പിടിച്ചൊരു ഒറ്റ തള്ളു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ചോളപ്പാടം ഉണ്ടല്ലോ അതിനകത്ത് നിന്നും ഒരു പെണ്ണ് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ താഴേക്കൊന്ന് വീഴുമ്പോൾ അവളുടെ മുതുകിലെ ഒരു അമ്പ് തറച്ചിരിപ്പുണ്ട്. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ പേടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും ഇവളെ പിടിച്ചു വെച്ചിട്ട് ഏയ് വെറുതെ പേടിക്കാതെ, അത് നിന്നെ ഇതിനു മുന്നേ പറ്റിച്ചതുപോലെ ആരോ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്, ദേ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേരും നടന്ന ആ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഏയ് നിന്റെ പ്രാങ്കൊക്കെ മതി, അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴാണ് ആ ഒരു ചോളപ്പാടത്തകത്ത് നിന്നും വേറെ ആരുടെ തല വെളിയിലേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ ജാനറ്റ് എന്ന് പറഞ്ഞ പെണ്ണ് ആ ഒരു തല എടുത്തിട്ട് ഏയ് ഇതും പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് അതിന്റെ ആ ഒരു മുഖം മൂടി എടുത്ത് ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്കാണ് അത് മാറ്റ് എന്ന് പറഞ്ഞ അവന്റെ തലയായിരുന്നു. അടങ്ങിയിരിക്കെ ഇതെല്ലാം വെറുതെ പ്ലാസ്റ്റിക്കില് അവർ ചെയ്തതാണെന്നും പറഞ്ഞ് ഇതെടുത്ത് കോളെന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കും. അവളുടെ ശരീരം മുഴുവനും ഇപ്പോൾ രക്തമായി. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഒന്നല്ല, ഈ ഒരു പെണ്ണ് ശരിക്കും മരിച്ചു, അവൾക്ക് ജീവനില്ല എന്ന് പറയുന്നതും ആഹാ അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് യഥാർത്ഥ മാറ്റിന്റെ തലയാണെന്ന്. അങ്ങനെ അതുകൂടി കണ്ട് പേടിച്ച് മൂന്നുപേര് പുറകിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ചോളപ്പാടത്തിനുള്ളിൽ നിന്നും മുഖം മൂടിയിട്ട സൈക്കോ കോമാളി ഉണ്ടല്ലോ അവനിങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അവന്റെ കയ്യിൽ ആ ഒരു അമ്പുവില്ലിരിപ്പുണ്ട്. എന്നിട്ട് ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അതിലൊരുത്തം വന്ന് ഏയ് നീ തമാശ കാണിക്കാണോ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു അമ്പെടുത്ത് അവന്റെ നെറ്റിയിലേക്ക് വിട്ടുകൊടുക്കുന്നതും അവൻ മരിച്ച് താഴെ വീഴുന്നത് കാണുമ്പോഴത്തേക്കാണ് ഇവർ സത്യം പറഞ്ഞാൽ പേടിക്കുന്നത്. മൂന്നുപേരും ഓടും. അങ്ങനെ ഓടി താഴെ വീണ് ഇപ്പൊ അവിടെയുള്ള എല്ലാവരും പേടിച്ച് ഓടാൻ തുടങ്ങുമ്പോൾ ബാക്കി എല്ലാവരും കൂടി ഓടി ആ ഒരു വലിയ ഷെഡ് ഉണ്ടല്ലോ അതങ്ങ് അടച്ചു. ഇവർ മൂന്നുപേരും വെളിയിലായിപ്പോയി. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് മൂന്നുപേരും മറ്റൊരു വശത്തേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ റെസ്റ്റ് നിൽക്കുന്നു. അവന്റെ കയ്യിൽ ഒരു ഷോട്ട് ഗൺ ഉണ്ട്. അപ്പൊ ഇവർ പേടിച്ച് നിൽക്കുമ്പോൾ റെസ്റ്റൻ പറയും താഴേക്ക് കുനിയാൻ പറയുന്നതും ഇവരുടെ പുറകെ വന്ന ആ ഒരു സൈക്കോ ഉണ്ടല്ലോ
അവനെ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതും അവൻ നേരെ താഴേക്ക് വന്ന് വീഴാണ്. അപ്പോൾ റെസ്റ്റൻ പറയും അവന്റെ മുഖംമൂടി അഴിച്ചു നോക്ക്, അതാരാണെന്ന്. അപ്പൊ ഇവരായാലും മുഖംമൂടി അഴിക്കാനായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ചോളപ്പാടത്തിനുള്ളിൽ നിന്നും ഇപ്പോൾ ഒരുപാട് കോമാളികൾ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ ഒരു സൈക്കോ അല്ല, ഒരുപാടെണ്ണമുണ്ട്. അവരെല്ലാവരും കൂടി ഇവരെ കൊല്ലാൻ വേണ്ടി ഓടി അങ്ങനെ അവിടേക്ക് വന്ന് എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കാണ്. അപ്പോഴേക്കും നമ്മുടെ റെസ്റ്റൻ അതിലുള്ള ഒരു കോമാളിയുടെ കൈ ഉണ്ടല്ലോ ഷൂട്ട് ചെയ്തങ്ങ് പൊട്ടിച്ചു കൊടുക്കുന്നതും അവരങ്ങനെ അലറി വിളിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ റെസ്റ്റൻ റോണിനെ ജാനറ്റിനെയും അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഹീറോയിൻ അതിലൊരുത്തനെ അടിക്കാനായിട്ട് വരുന്നുണ്ട്. അവൻ നമ്മുടെ ഹീറോയിനെ ചവിട്ടി താഴേക്കിട്ട് അവളെ കൊല്ലാൻ വേണ്ടി വാളെടുത്ത് വെട്ടാനായിട്ട് വരുന്നതും അതിന് മുന്നേ തന്നെ നമ്മുടെ കോള് വന്ന് അയാളെ അടിച്ചും കളയുന്നു. എന്നിട്ട് ഇവളെയും വിളിച്ച് ഇവരെല്ലാവരും ഇതിനടുത്തായിട്ട് മറ്റൊരു ചെറിയ ഷെഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ്. അങ്ങനെ എല്ലാവരും അതിനകത്തേക്ക് ഓടിക്കയറുന്നതും ഈ ഒരു കോമാളികൾ പുറകെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഡോർ ഇവർ അതിന് മുന്നേ തന്നെ അടച്ചിട്ട് എല്ലാവരും അതിനകത്ത് കയറിയിരിക്കും. അപ്പൊ ഇവരെല്ലാവരും ഈ ഒരു ഷെഡ് പൊളിച്ചുള്ളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അകത്തിരുന്ന് ഇവർ പേടിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ അകത്തിരുന്ന് പേടിച്ചിട്ട് ജാനറ്റ് റോണിയും പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇതൊരു സ്റ്റീൽ ഡോറാണ്, അതുകൊണ്ട് പെട്ടെന്ന് അവർ പൊളിക്കില്ല എന്ന് പറഞ്ഞ് കോൾ ഇവരെ സമാധാനപ്പെടുത്തും. പക്ഷെ അവരാണെങ്കിലോ പതിയെ പതിയെ പൊളിച്ചോണ്ടിരിക്കുന്നു. ആ ഒരു സമയത്താണ് ഇവിടെ വീട്ടിൽ ഹീറോയിന്റെ അച്ഛൻ നേരെ അവളുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഹീറോയിനെ കാണാനില്ല. അവൾ എവിടെ പോയെന്ന് മനസ്സിലായി. അതുകൊണ്ട് അയാൾ കാറും എടുത്ത് അവളെ അന്വേഷിച്ച് വെളിയിലേക്ക് പോവാണ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ റെസ്റ്റൻ ആ മുറിക്കകത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് പെട്രോൾ ക്യാനും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഓക്കെ നമുക്കൊരു ഐഡിയ ചെയ്യാന്ന് പറഞ്ഞിട്ട് റെസ്റ്റന്റെ കയ്യിൽ ആ ഒരു തോക്ക് വെച്ച് നിൽക്കാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയി നോക്കുമ്പോൾ ഈ ഒരു റൂമിൽ നിന്നും താഴേക്ക് പോകാനായിട്ട് മറ്റൊരു വഴിയുണ്ട്. അതൊരു ഡ്രെയിനേജ് ഹോളാണ്. അപ്പൊ അതിനെപ്പറ്റി ഇവര് സംസാരിക്കുമ്പോൾ ഹീറോയിന്റെ അച്ഛനുണ്ടല്ലോ അവനിപ്പോ വണ്ടിയായിട്ട് ആ ഒരു ടൗണിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് അയാളുടെ ആ ഒരു ഹോസ്പിറ്റലിൽ അതിന്റെ ഡോർ ആരും ഇടിച്ചു പൊട്ടിച്ചേക്കുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അയാൾ വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു ഹോസ്പിറ്റലിനകത്തേക്ക് നടന്നിങ്ങനെ കയറുന്നതും പെട്ടെന്നൊരു സൈക്കോ അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഏയ് അനങ്ങി പോരുത്, നിങ്ങളെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് അയാളെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ റെസ്റ്റൻ ഒരുത്തന്റെ കൈ ഷൂട്ട് ചെയ്ത് തകർത്തല്ലോ അവനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അവനെ ബെഡിലെടുത്തേക്കുന്നു. എന്നിട്ട് പറയും ഇവനെ എങ്ങനെയും ഗുണപ്പെടുത്ത്, ഇവ മരിക്കുന്നതിന് മുന്നേ ഇവനെ രക്ഷപ്പെടുത്തണം എന്നും പറഞ്ഞ് ഹീറോയിന്റെ അച്ഛനെ അവളെ നിർത്തി ഓപ്പറേഷൻ ചെയ്യിക്കാണ്. ഇവിടെ നമ്മുടെ റെസ്റ്റൻ എല്ലാവരോടും പറയും നിങ്ങളെല്ലാവരും അതുവഴി താഴേക്ക് പോയിക്കോ, അതേപോലെ തന്നെ കോൾ ദേ ഈ ഒരു തോക്കും വെച്ചോ എന്നും പറഞ്ഞ് ഇവരെല്ലാവരും അതിനടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അവൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഒരു ചാക്കും അതേപോലെ തന്നെ പെട്രോൾ ക്യാൻ ഇതെല്ലാം വെച്ച് ഇതിനകത്ത് എന്തോ ഒരു കെണി ഉണ്ടാക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ ഇവരെല്ലാവരും ആ ഒരു ചെറിയ ഹോള് വഴി ഈ ഒരു ഷെഡിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ വെളിയിൽ നിൽക്കുന്ന എല്ലാ സൈക്കോളും ഈ ഒരു ഡോറെല്ലാം ഇടിച്ച് തകർത്തു. എന്നിട്ട് അകത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഒരു കെണി അത് പൊട്ടിത്തെറിക്കാറായി. അത് കണ്ട് അവരെല്ലാവരും പല വഴിക്ക് ഓടുന്നതും ഈ ഒരു ഷെഡ് ഉൾപ്പെടെ പൊട്ടിത്തെറിക്കാണ്. റെസ്റ്റിന് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. അപ്പൊ ഇവര് നാലുപേരും ഇവിടെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും അതിലെ നമ്മുടെ ജാനറ്റ് പറയും ഈ ഒരു ചോളപ്പാടത്തിന് അപ്പുറത്തായിട്ട് ഒരാളുടെ വീടുണ്ട്, നമുക്ക് അവിടേക്ക് പോയി സഹായം ചോദിക്കാം എന്നും പറഞ്ഞ് ഇപ്പൊ ഇവരെല്ലാവരും ഈ ഒരു ചോളപ്പാടത്തിനുള്ളിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ റോണി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് പറയും ഇല്ലില്ല ഞാൻ വരത്തില്ല എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ല പോയേ പറ്റൂ. അതുകൊണ്ട് ഇവർ നാലുപേരും ഓരോന്ന് സംസാരിച്ചും പറഞ്ഞു ആ ഒരു ചോളപ്പാടത്തിനുള്ളിലൂടെ ഒരുപാട് ദൂരം നടന്ന് ഇപ്പുറത്തെ റോഡിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു വണ്ടി ഇങ്ങനെ വരുന്നു. ഒരു വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും റോഡിലേക്ക് വന്നു നിന്ന് കൈ കാണിച്ചിട്ട് നിർത്താനായിട്ട് പറയുമ്പോൾ അത് വേറെ ആരുമല്ല, ആ ഒരു പോലീസുകാരനാണ്. ഇയാൾക്കാണെങ്കിൽ ഇവരെ നേരത്തെ തന്നെ കണ്ടുകൂടാ. അതുമല്ല നമ്മുടെ കോളിന്റെ കയ്യിൽ ആ ഒരു തോക്കും കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ ഇയാൾ പെട്ടെന്ന് വന്ന് കോളിനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കി മൂന്നുപേരും പറയുന്നുണ്ട് ഇല്ല സാർ അവിടെ ഒരുപാട് കോമാളി സൈക്കോളുണ്ട്, അവർ നമ്മളെ കൊല്ലാൻ വരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇതെല്ലാം നിങ്ങൾ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ എന്തായാലും എനിക്ക് വിശ്വാസമല്ല, അതുമല്ല ഇവന്റെ കയ്യിൽ തോക്കുണ്ട്, അതുകൊണ്ട് ഇവൻ എന്തായാലും അറസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് അവൻ അറസ്റ്റ് ചെയ്യുന്നു. ഇവരെ എത്ര പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല. അങ്ങനെ അവനെയും അറസ്റ്റ് ചെയ്ത് ആ ഒരു വണ്ടിയിൽ കയറ്റി അയാൾ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് പ്ലീസ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറയുമ്പോൾ അതും അയാൾ കേൾക്കാതെ പിന്നീടാവട്ടെ എന്നും പറഞ്ഞ് അയാൾ അങ്ങ് പോവാണ്. ഇപ്പൊ ഇവർക്ക് മൂന്നുപേർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ശരി നീ പറഞ്ഞ ആ ഒരു വീട്ടിലേക്ക് തന്നെ നമുക്ക് പോവാന്ന് പറഞ്ഞ് ഇനിയും ചോളപ്പാടത്തിനുള്ളിലൂടെ നടക്കണം. ഇത് കാണുമ്പോൾ റോണി എന്ന് പറഞ്ഞ പെണ്ണ് പറയും ഇല്ലില്ല ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാണെന്ന് പറയുമ്പോൾ ഹീറോയിനും ജാനറ്റും ആ ഒരു ചോളപ്പാടത്തിനകത്തേക്ക് കയറി പോകുമ്പോൾ ഇവള് പറയും എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഞാനും വരുന്നതെന്ന് പറഞ്ഞ് അവളും പുറകെ തന്നെ പോവാണ്. അതേസമയം ഇവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഹീറോയിന്റെ അച്ഛൻ്റെ അടുത്ത് ആ ഒരു കോമാളി എന്നിട്ട് പെട്ടെന്ന് ചെയ്യുന്നതിനെ പറയുമ്പോൾ അയാൾ പറയും ഓക്കെ ഞാനത് ചെയ്യാം, പക്ഷേ എനിക്ക് ഒരു സഹായം കൂടി വേണം. അവിടെ ഒരു കവറിൽ കുറച്ച് വെള്ളമുണ്ട്, അത് ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് എനിക്ക് എടുക്കണം. അപ്പോൾ ആ ഒരു സൈക്കോ പറയും ശരി നിങ്ങളെടുത്തോ, ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും നിങ്ങളൊന്ന് എടുത്തതാന്ന് പറഞ്ഞിട്ട് അവനെ അവിടേക്ക് പറഞ്ഞു വിട്ട് ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഡോക്ടർ ഇവിടെ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, എന്തോ ഒരു കത്തി എടുത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുകയാണ്. പക്ഷെ ആ ഒരു സൈക്കോ അത് കാണുന്നില്ല. എന്നിട്ട് അവൻ ആ ഒരു വെള്ളം കൊണ്ടുവന്ന് തിരിച്ച് നമ്മുടെ ഡോക്ടറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നതും ഡോക്ടർ വീണ്ടും ഒന്നും അറിയാത്തതുപോലെ തന്നെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോഴേക്കും ഇവിടെ ഈ ഒരു ചോളപ്പാടത്തിന്റെ നടുവിലൂടെ ഇവര് മൂന്നുപേരും നടന്നിങ്ങനെ പോവാണ്. കുറേ ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കും എന്തോ ഒരു അനക്കം കേട്ട് ഇവർ മൂന്നുപേരും അവിടെ നിന്നിട്ട് ചുറ്റിനും നോക്കുമ്പോൾ അടുത്ത ആ ഒരു കോമാളി ഉണ്ടല്ലോ സൈക്കോ, അവൻ അവിടെ നിന്ന് ഒരു ജിക്സാ മെഷീൻ ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്ത് ഇവരെ കൊല്ലാനായിട്ട് ഇവരുടെ പുറകെ വരുന്നുണ്ട്. മൂന്നുപേരും ജീവനം കൊണ്ടുപോടുന്നു. അവനാണെങ്കിൽ പുറകെ തന്നെയുണ്ട്. കുറേ ദൂരം ഓടി ഓടി അവസാനം ഇപ്പൊ മറ്റൊരു കോമാളിയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കും. അവനാണെങ്കിലോ ഒരു ചുറ്റിയിലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു.
ഇത് ഓടിക്കണ്ട് ഓക്കെ ഇതല്ല വഴി, മറ്റൊരു വഴിയെ പോവാന്ന് പറഞ്ഞ് അടുത്ത വഴിയെ 3 പേര് ഓടിയിട്ട് കുറെ ദൂരം ഓടി. എന്നിട്ട് 3 പേര് ഒളിച്ചിങ്ങനെ ഇരിക്കും. എന്നിട്ട് പറയും മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് അനങ്ങാതിരിക്കാൻ പറയുമ്പോൾ ഒരു കോമാളി സൈക്കോ ഇവരുടെ അടുത്തൂടെ തന്നെ നടന്നിങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നില്ല. അപ്പോഴേക്കാണ് റോണി എന്ന് പറഞ്ഞ ഒരു പെണ്ണ് പറയുന്നത് ഇല്ല അവർ നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കരയാൻ തുടങ്ങുമ്പോൾ ജാനറ്റ് അവളുടെ മുഖം അങ്ങ് മൂടും. അപ്പോൾ ഹീറോയിനും മിണ്ടാതിരിക്കല്ലേ. പെട്ടെന്നാണ് ഒരു കോമാളി ഹീറോയിന്റെ പുറകെ വന്ന് അവളുടെ മുഖം ഇങ്ങനെ മൂടുന്നതും ഹീറോയിൻ പേടിച്ച് അവസാനം അടുത്തുള്ള ഒരു കല്ലെടുത്ത് ആ ഒരു കോമാളി സൈക്കോടെ തലയിലേക്ക് ഒരു ഒറ്റയടി. അത് കഴിഞ്ഞ് ഒരു 3 പേര് അവിടെ നിന്ന് ഓടുകയാണ്. ഇപ്പൊ ആ ഒരു കോമാളിയായാലും കറങ്ങി ഇവരുടെ പിറകെ വരുന്നുണ്ട്. അങ്ങനെ ഇവര് 3 പേര് നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ഓടല്ലേ. ഓടി അവസാനം റോണി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ചെന്ന് കയറി കൊടുക്കുന്നതോ അവിടെയുള്ള മറ്റൊരു സൈക്കോയുടെ മുന്നിലേക്ക്. അവന്റെ കയ്യിൽ ആ ഒരു ജിക്സാ മെഷീൻ ഉണ്ട്. അത് വെച്ച് അവളുടെ വയറിലേക്ക് കുത്തിയിറക്കി ആ ഒരു പെണ്ണിനെ അവിടെ വെച്ച് കൊന്ന് താഴെക്കിടുന്നു. ഇത് കണ്ട് ഹീറോയിനും ജാനറ്റും പിന്നെയും തിരിച്ചോടുകയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും ഓടി അവസാനം ഇവര് പറഞ്ഞ ആ ഒരു വീടുണ്ടല്ലോ ആ ഒരു വീട്ടിലേക്ക് എത്തി. എന്നിട്ട് ഓടി വന്ന് ആ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ വീട്ടിലെ ഉടമയുടെ. അപ്പോഴേക്കാണ് ജാനറ്റ് ദേ അവിടെ നോക്കുന്നു പറയുന്നതും കസേരയില് ഈ ഒരു കോമാളിയുടെ വേഷമെല്ലാം ധരിച്ച ഒരാളിരിക്കുന്നു. ഇത് തന്നെയാണോ നീ പറഞ്ഞത്? ഇയാളെന്താ ഉറങ്ങുവാണോ അതോ ജീവനോടെ ഉണ്ടോ? അപ്പോൾ ജാനറ്റ് പറയും അയാൾ മെഡിറ്റേഷൻ വല്ലതും ചെയ്യുമായിരിക്കും എന്നും പറഞ്ഞ് അടുത്തേക്ക് ചെന്നിട്ട് അയാളുടെ തല ഇങ്ങനെ തട്ടി നോക്കുമ്പോഴത്തേക്കും അനക്കമില്ല, അയാൾ മരിച്ചതുപോലെ. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ മുകളിൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ അതെങ്കിലും എടുത്ത് സഹായം ചോദിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും ഓടി മുകളിലത്തെ ആ ഒരു മുറിയിലേക്ക് ചെന്ന് ഫോൺ എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഫോൺ അങ്ങ് കട്ടായി പോയി. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ അവിടെ ചുമരിൽ എന്തോ ഒരു കാര്യം ഇത് നോക്കുമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാല് ഇവർ 5 സുഹൃത്തുക്കളുണ്ടല്ലോ അവരുടെ എല്ലാവരുടെ ഫോട്ടോ അവിടെ ഇങ്ങനെ ഒട്ടിച്ചേക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരെ മാത്രം കൊല്ലാനായിട്ട് ആരോ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണിത് എന്നിവർക്ക് മനസ്സിലായി. അതുമല്ല ഇപ്പൊ ഈ ഒരു വീടിനകത്തേക്ക് കയറി വന്നതും ഒരു കെണിയാണ് എന്ന് ഹീറോയിന് മനസ്സിലായി. കാരണം ഇവരുടെ മുന്നിലായിട്ട് ആ ഒരു ജോക്കറിന്റെ മ്യൂസിക് ബോക്സ് ഇരിപ്പുണ്ട്. അതിപ്പോ പ്രവർത്തിച്ചിട്ട് അതിനകത്തുനിന്ന് ആ ഒരു കോമാളിപ്പാവ് വെളിയിലേക്ക് വരുന്നതും ഇവിടെ നിൽക്കണ്ട നമുക്ക് വെളിയിലേക്ക് ഇറങ്ങി പോവാന്ന് പറഞ്ഞ് രണ്ടുപേരും താഴേക്ക് വന്ന് നോക്കുമ്പോൾ ചെയറിലിരുന്ന ആ ഒരു കോമാളിയെ കാണാനില്ല. അപ്പൊ ജാനറ്റ് പറയും അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുവാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു കോരിയുണ്ടല്ലോ ഇരുമ്പ് അത് കൊണ്ടുവന്ന് ജാനറ്റിന് അങ്ങനെ കുത്തിയെടുത്ത് പൊക്കി ആ ഒരു സീലിംഗിലേക്ക് ചേർത്ത് വെച്ച് അവളെ കൊല്ലുമ്പോൾ ഹീറോയിൻ അടുത്തുള്ള ആ ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ട് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി ആടികൊണ്ട് അവൻ മറ്റൊരു മുറിയിലേക്ക് വീഴുന്നതും ജാനറ്റ് ആ ഒരു കുത്തും കൊണ്ട് താഴെ കിടക്കല്ലേ. ജാനറ്റ് പറയും പ്ലീസ് എന്നെ രക്ഷിക്ക്, എന്നെ മരിക്കാനായിട്ട് അനുവദിക്കരുതെന്ന് പറയുന്നതും ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കമ്പി അതങ്ങ് വലിച്ചൂരും. അപ്പോൾ അവൾ പറയും നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു സൈക്കോ ഇവരുടെ അടുത്തേക്ക് ഓടിയവരാണ്. ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കമ്പി എടുത്തിട്ട് ആ ഒരു സൈക്കോയുടെ വയറിലേക്ക് കുത്തി ഇറക്കി അവനെ കുത്തിയങ്ങ് താഴേക്കിടും. എന്നിട്ട് ജാനറ്റിനോട് പറയും സോറി എനിക്കിത് ചെയ്യാതെ വേറെ വഴിയില്ലെന്ന് പറയുമ്പോൾ ഈ ഒരു സൈക്കോയെ അടുത്ത് കിടക്കല്ലേ. ഇപ്പൊ ഇവര് രണ്ടുപേരും ഒരേപോലെ തന്നെ മരിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആ ഒരു ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ ഇവനെ ഓപ്പറേഷൻ ചെയ്തോണ്ടിരിക്കല്ലേ. ആ ഒരു സമയത്ത് പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന ആ ഒരു സൈക്കോയോട് പറയും ഓക്കെ നമുക്കിപ്പോ അത്യാവശ്യമായിട്ട് ഇവന് CPR കൊടുത്തേ പറ്റൂ, അതിനിത് ഈ ഒരു മെഷീൻ എടുത്ത് അവന്റെ നെഞ്ചിലേക്ക് വെക്കണം എന്ന് ആ ഒരു സൈക്കോയോട് പറയുമ്പോൾ ആ സൈക്കോ അതുപോലെ ചെയ്യാൻ വേണ്ടി ഇത് രണ്ടെടുത്തിട്ട് ഇങ്ങനെ നെഞ്ചിലേക്ക് വെക്കാനായിട്ട് വരുന്നതും ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഡോക്ടർ ഒളിപ്പിച്ച് വെച്ചൊരു കത്തി എടുത്ത് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് പറയും ഓക്കെ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല, അത് വലിച്ചിളക്കരുത്, വലിച്ചിളക്കി കഴിഞ്ഞാൽ നീ പെട്ടെന്ന് മരിക്കുമെന്ന് പറയുമ്പോൾ സൈക്കോ ഇതുപോലെ കേൾക്കോ ആ ഒരു കത്തി വലിച്ചു വരുന്നതും ഡോക്ടർ പറയും ഓ വല്ല കാര്യം ഉണ്ടായിരുന്നു, ഇപ്പൊ രക്തം ഒരുപാട് പോകുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അവന്റെ കഴുത്തിൽ നിന്ന് ഒരുപാട് രക്തം പുറത്തേക്ക് പോയി ആ ഒരു സൈക്കോയും അവിടെ വെച്ച് മരിക്കാണ്. അങ്ങനെ ആ സൈക്കോ മരിച്ച് താഴേക്ക് വീഴുമ്പോൾ ഇവരുടെ കയ്യില് ഒരു വാക്കി ടോക്കി ഉണ്ട്. അതിൽ ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം ആ ഒരു പെണ്ണിനെ പിടിക്കുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നല്ല ഇത് നമ്മുടെ ഡോക്ടർ കേൾക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ ഒരു വീട്ടിൽ നിന്ന് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വന്ന അടുത്തൊരു വണ്ടിയുണ്ട്. അതിലേക്ക് കയറി അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ കഴിയുന്നില്ല. അപ്പോഴാണ് അവളുടെ മുന്നിൽ ആ ഒരു ചോളപ്പാടത്ത് നിന്നും ഒരു സൈക്കോ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അവളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. പെട്ടെന്ന് ആ ഒരു സൈക്കോ മുന്നിലേക്ക് വന്നിട്ട് അങ്ങനെ അവളെ നോക്കി ചിരിക്കുകയാണ്. കാണിക്കുമ്പോൾ വേറൊരുത്തൻ മറ്റൊരു വശത്തോടെ വരുന്നു. അതേപോലെ തന്നെ പുറകിലൂടെയും വേറൊരാൾ വന്ന് ഈ ഒരു വണ്ടിയുടെ ഗ്ലാസ് എല്ലാം പൊട്ടിച്ച് നമ്മുടെ ഹീറോയിനെ വലിച്ച് കൊണ്ടുപോകുന്നതും അവളുടെ ബോധം പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഹീറോയിൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കാണ് അവളിപ്പോ ഏതൊരു ഫാക്ടറിക്കകത്ത് കൊണ്ടിട്ടേക്കുന്നു. അതുപോലെ അവളുടെ മുന്നിൽ ആ ഒരു കോമാളി സൈക്കോനെ നിൽക്കുന്നു. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു ടെസ്റ്റ്. ഇവര് വേറെ ആരുമല്ല, ഒന്ന് ആ ഒരു പോലീസുകാരൻ, രണ്ടാമത്തേത് ഇവരുടെ സ്കൂളിലെ ആ ഒരു ടീച്ചർ, പിന്നെ ആ ഒരു റെസ്റ്റോറന്റിലെ ലേഡി ഉണ്ടല്ലോ അവര്, അതേപോലെ തന്നെ അവിടെ ആ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന അയാള്. അപ്പൊ ഇവരെല്ലാം കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ നിങ്ങളാണല്ലേ എന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ തെറി പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ ആ ഒരു ഷോ കൊടുക്കുന്നൊരു അത് കൊണ്ടുവന്ന് നമ്മുടെ ഹീറോയിന് ഷോ കൊടുക്കും. എന്നിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയും. അങ്ങനെ ആ ഒരു വേദന സഹിച്ചിട്ട് ഹീറോയിൻ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതിന്റെ എല്ലാം മെയിൻ ആയിട്ട് ഒരുത്തനുണ്ട്, അവൻ താഴേക്ക് ഇറങ്ങി വരുന്നു, അതും ഈ ജോക്കറിനെ പോലെ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട്. അപ്പൊ അതാരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, കോളിന്റെ അച്ഛനാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും നിങ്ങൾക്കെല്ലാം ഭ്രാന്താണോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്തത് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അയാൾ പറയുന്നത് ഇങ്ങനെയെല്ലാം ചെയ്യാൻ കാരണം എന്താണെന്നറിയോ, ഒന്നാമത്തെ കാര്യം അവരുടെ ആ ഒരു പാരമ്പര്യം നിലനിർത്തണം. അതും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല രീതിയിൽ പല ആളുകളെയും കൊന്നുകൊണ്ട്.
അതുപോലെ നിങ്ങളെ ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങളെ പോലെയുള്ള കുട്ടികൾ ഞങ്ങളുടെ ആ ഒരു പാരമ്പര്യം നശിപ്പിക്കും, നിങ്ങൾ വളർന്നു വരുന്നത് മറ്റൊരു രീതിയിൽ എന്നും പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന രീതി. ഇപ്പൊ ഇവരുടെ ഒരു പാരമ്പര്യം നിലനിർത്താതെ പുതിയ ജനറേഷൻ പുതിയ രീതിയിലാണല്ലോ വളർന്നു വരുന്നത്. അത് ഇവർക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ കൊല്ലുന്നതെന്ന് പറയും. അതിന് തുടക്കമായിട്ട് അതുപോലെ നീ ഈ ഒരു കാര്യം ഒരിക്കലും ജനങ്ങളോട് പറയാൻ പോകുന്നില്ല, കാരണം നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോകുന്നത് ആ ഒരു രീതിയിലാണ്, കാരണം എന്റെ മകനെ കൊന്നുകൊണ്ട് എന്നും പറഞ്ഞ് അവിടെയുള്ള ആ ഒരു തുണിയെടുത്തിങ്ങനെ മാറ്റുമ്പോൾ നമ്മുടെ കോളിനെ കെട്ടിത്തൂക്കി കൊല്ലാൻ പോകുന്നു. അതുപോലെ നിർത്തിയേക്കാണ്. എന്നിട്ട് കോളിന്റെ അച്ഛൻ അവനോടുള്ള ദേഷ്യം എന്താണെന്നറിയോ? അവന്റെ സഹോദരി മരിക്കാൻ കാരണം കോളാണെന്ന് പറഞ്ഞിട്ടാണ്. കാരണം ആ ഒരു സമയത്തിന് ഞാൻ എന്റെ മകനെ വെറുത്തിരുന്നു, അതുകൊണ്ട് ഒരിക്കലും അവൻ എന്റെ മകനല്ല. കൂടാതെ നിന്നെ കൊന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നീ അവനോട് മോശമായിട്ട് പ്രതികരിച്ചതുകൊണ്ട്. അതുകൊണ്ട് നിന്നെ കൊന്ന് അവന് സ്വയം മരിച്ചു, അങ്ങനെയാണ് ഞങ്ങൾ വരുത്തി തീർക്കാൻ പോകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഹീറോയിൻ ഇടയ്ക്ക് ഷോക്കും കൊടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ കോള് അവന്റെ മുഖത്ത് ഇട്ടിരിക്കുന്ന ആ ഒരു തുണി ഇങ്ങനെ മാറ്റിയിട്ട് അവന്റെ അച്ഛനോട് പറയുന്നുണ്ട്, സഹോദരിയെ കൊന്നത് ഞാനല്ല, അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും ആവത്തില്ല, പുതിയ ജനറേഷൻ എന്തായാലും മാറിയിരിക്കും എന്നെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് വെളിയിൽ നിന്ന് ഒരു കാർ ഇങ്ങനെ ഇടിച്ചു കയറുന്നു. ഇവരെല്ലാവരും ഓടി പല വഴിക്ക് പോകുന്നതും അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിന്റെ അച്ഛനാണ്. അങ്ങനെ കാർ കൊണ്ടുവന്ന് അകത്തേക്ക് നിർത്തുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, ഇവിടെ വലിയൊരു ഇരുമ്പ് കെട്ടിത്തൂക്കിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കയറ് വെട്ടി അത് നേരെ ആ ഒരു ഷോപ്പ് നടത്തുന്ന അയാളുണ്ടല്ലോ അയാളുടെ തലയിലേക്ക് വന്നിടിച്ച് അയാൾ അവിടെ വെച്ച് തന്നെ തീരും. അതേപോലെ തന്നെ ആ ഒരു റെസ്റ്റോറന്റിലെ ലേഡി അവരുടെ വയറിലേക്കും ഒരു പൈപ്പ് കുത്തിക്കയറി അവരും അവിടെ മരിച്ചു വീഴാണ്. ഇനി ബാക്കിയുള്ളത് ആ ഒരു പോലീസുകാരൻ, കോളിന്റെ അച്ഛൻ, അതേപോലെ തന്നെ ആ ഒരു ടീച്ചർ, ഇവർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ വണ്ടി ഓടിച്ച് ആ ഒരു സ്ഥലം ഇടിച്ച് തെറിപ്പിച്ചത് കൊണ്ട് തന്നെ കോൾ ഇപ്പോൾ തൂങ്ങി നിൽക്കുന്നത് അവരുടെ ആ ഒരു കാറിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ആ കഴുത്തിൽ ആ ഒരു കയറ് ഇറുവുന്നില്ല, അവൻ അതിലിങ്ങനെ ചവിട്ടി ചവിട്ടി നിൽക്കും. അപ്പൊ അതിൽ ആ ഒരു ഡോക്ടർ സൈക്കോണ്ടല്ലോ നമ്മുടെ ഡോക്ടറിനെ കൊല്ലാനായിട്ട് അടുത്തേക്ക് വരുന്നത്. ഡോക്ടർ ആ ഒരു ഡോറ് തുറന്ന് അയാളെ ഇടിച്ച് താഴെക്കിടുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ഡോക്ടറിനെ ഇടിച്ചങ്ങ് താഴെക്കിടുന്നു. ആ ഒരു സമയത്ത് ഹീറോയിനോട് ഡോക്ടർ പറയും മോളെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയുമ്പോൾ ഹീറോയിൻ ആ ഒരു ഫാക്ടറിക്കകത്തൊരു മുറിയുണ്ട്, അതിനകത്തേക്ക് കയറി ഡോർ അങ്ങ് അടച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കോമാളികളുടെ പാവയും അതേപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളിലിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതിനിടയിലൂടെ അവളിങ്ങനെ ഒളിച്ചു പോകുന്നു. അപ്പോഴാണ് ആ ഒരു പോലീസുകാരുണ്ടല്ലോ അയാൾ ഈ ഒരു ഡോറും തുറന്ന് അകത്തേക്ക് കയറി വരും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ മുഴുവനായിട്ട് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ അയാൾ അകത്തേക്ക് വന്ന് നമ്മുടെ ഹീറോയിൻ അവിടെ എല്ലാം തിരക്കാണ്. മോളെ നീ എവിടെയാണെന്നെല്ലാം പറഞ്ഞ് അവിടെയുള്ള മറ്റൊരു പാവ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഹീറോയിൻ അല്ല. എന്നിട്ട് ഇയാൾ പെട്ടെന്ന് പുറയിലേക്ക് തിരിയുമ്പോൾ ആ ഒരു ഷോക്ക് കൊടുക്കുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ അത് ഇയാളുടെ വായിലേക്ക് കുത്തിയിറക്കി ഷോക്ക് ഇങ്ങനെ കൊടുക്കുന്നതും കുറെ നേരം അയാളുടെ വായിക്കകത്തിരുന്ന് എല്ലാം കൂടി പൊട്ടിത്തെറിച്ച അയാൾ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അതേസമയം വെളിയിലാണെങ്കിലോ നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ ബോധമില്ലാതെ കിടക്കാണ്. ആ ഒരു സമയത്ത് കോളിന്റെ അച്ഛൻ അവിടേക്ക് വന്ന് ആ ഒരു കാർ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നു, കാരണം അവനെ കൊല്ലാൻ വേണ്ടി. എന്നിട്ട് അയാൾ കാർ എടുത്ത് പുറകിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഈ ടയറിന്റെ അടുത്ത് എന്തോ ഒരു ഇരുമ്പ് തങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ കാർ പുറകിലേക്ക് പോകുന്നില്ല. അപ്പൊ അയാൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അതെല്ലാം തട്ടി മാറ്റി പെട്ടെന്ന് ആ ഒരു കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നതും കോളാണെങ്കിൽ തൂങ്ങി തൂങ്ങി നിൽക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ ഓടി വന്ന് അവന്റെ കാലിൽ പിടിച്ച് കോൾ നിന്നെ ഞാൻ രക്ഷിക്കാന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ റെസ്റ്റിനുണ്ടല്ലോ നമ്മുടെ റെസ്റ്റൻ ഒരു തോക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു കയറങ്ങ് ഷൂട്ട് ചെയ്ത് താഴെ ഇടുന്നു. എന്താണെന്ന് വെച്ചാൽ റെസ്റ്റൻ അതിനകത്ത് വെച്ച് മരിച്ചില്ലായിരുന്നു, അവൻ ജീവനോടെ തന്നെയുണ്ട്. കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും വെളിയിലേക്ക് വന്നിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം എന്നും പറഞ്ഞ് 4 പേരും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ വെളിയിലൊരു വണ്ടി കിടപ്പുണ്ട്. അതിനകത്തേക്ക് കയറി അത് സ്റ്റാർട്ട് ചെയ്ത് മുന്നിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സ്കൂൾ ടീച്ചർ അങ്ങേര് ഇപ്പോഴും മാറിയിട്ടില്ല. അവനാണെങ്കിൽ ആ ഒരു ജിക്സാ മെഷീനും വെച്ചിട്ട് മുന്നിലിങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഹീറോയിന്റെ അച്ഛൻ ഹീറോയിനോട് പറയും മോളെ വേറെ ഒന്നും നോക്കണ്ട, സ്റ്റാർട്ട് ചെയ്ത് ഇടിച്ച് തെറിപ്പിക്കാൻ പറയുന്നതും അവൾ അങ്ങനെ ഗിയർ മാറ്റി കാർ നല്ല സ്പീഡിന് കൊണ്ടുവന്ന് അയാൾ ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നതും കാർ മുഴുവനും രക്തമായി. എന്നിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടങ്ങ് പോവാണ്. അങ്ങനെ ഇവരവിടെ നിന്ന് പോയതിനു ശേഷം ഇപ്പൊ കാണിക്കുമ്പോൾ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഹീറോയിൻ അവൾ വേറെ എവിടെയോ പഠിക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. അതിനു വേണ്ടിയിട്ട് അവൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ആ ഒരു കാറിൽ പോകാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ റെസ്റ്റനും കോളും അവിടേക്ക് വന്ന് അവളോട് യാത്ര പറയാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കോളിന്റെ അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർ നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞ അവസാനം പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കാണും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവരോട് രണ്ടുപേരോട് യാത്ര പറഞ്ഞു അവളുടെ അച്ഛനോട് പറയും അച്ഛാ സൂക്ഷിക്കണം, ഇനിയും ചിലപ്പോൾ കോമാളി സൈക്കോൾ കാണും. അതുപോലെ എന്റെ കയ്യിൽ ഇതേ ഈ ഒരു കാര്യമാണെന്നും പറഞ്ഞ് ഒരു സ്റ്റിക്ക് എടുത്ത് അവൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഇവരോട് യാത്ര പറഞ്ഞ് ഈ കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ കുറെ ദൂരം ഓടിച്ച് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു കാറിനകത്തും ഈ ഒരു മ്യൂസിക് ബോക്സ് ഇങ്ങനെ ഇരിക്കുന്നു. ഷെടാ ഇതാരാ ഇവിടെ കൊണ്ടുവച്ചെന്ന് പറഞ്ഞ് അവൾ അതെടുത്തിട്ട് അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളാണെങ്കിൽ അതൊന്നും വലിയ കാര്യമൊക്കെ അതെടുത്ത് വെളിയിലേക്ക് ഒരു ഒറ്റയേറ് അങ്ങനെ അത് റോഡിൽ വീഴുന്നതും ഇനി എന്തായാലും അവൾ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.